മോർണിംഗ് ഷോയിൽ ഇനി അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമാണ്. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സ്വപ്ന പദ്ധതിയായ കരുണാദ്രം കോഴിക്കോടിന്റെ സജീവ പ്രവർത്തകനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ ടെക്നിക്കൽ അഡ്വൈസറുമായ ഡോക്ടർ സുരേഷ് കുമാറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. സാർ, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യമായി കമ്പാഷനേറ്റ് കോഴിക്കോടിന്റെ വിശേഷങ്ങൾ അറിയാം. എങ്ങനെയാണ് ഈ ഒരു പാലിയേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ കമ്പാഷന്റെ ഭാഗമായി എത്തുന്നത്? എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്? നമുക്ക് പാലിയേറ്റീവ് കെയർ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ 20 വർഷം കൊണ്ട് വളരെ വികസിച്ച് വരുന്ന ബഹുജന പങ്കാളിത്തത്തോടെ വളരെ പൊതുജനങ്ങളുടെ വളരെ ആക്റ്റീവായിട്ടുള്ള പങ്കാളിത്തത്തോടെ വികസിച്ച് വരുന്ന പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് നമുക്ക് വേറെ ഒരാളോടുള്ള ആർദ്രത കമ്പാഷനാണ്. അപ്പോൾ കമ്പാഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ കേരളത്തിലെ ചരിത്രം കാണിക്കുന്നത് ഈ ഇത്തരം ഒരു ഫീലിംഗ്, ഇത്തരം ഒരു സ്പിരിറ്റ് മലയാളിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പാലിയേറ്റീവ് കെയറിൻ്റെ കേരളത്തിലെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ നമ്മൾ കമ്പാഷനെ പറ്റി പറയുമ്പോൾ കമ്പാഷൻ എന്ന് പറയുന്നത് നമുക്ക് കിടപ്പിലായ രോഗിയോടോ അല്ലെങ്കിൽ ആസന്നമരണമായ രോഗിയോടോ മാത്രമുള്ള ഒരു ഫീലിംഗ് ആവാൻ പറ്റില്ല. കമ്പാഷൻ എന്ന് പറയുന്നത് നമുക്കുള്ള ഒരു പൊതു വികാരമാണ്. അപ്പോൾ അത് ആ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫീലിംഗ് അല്ലെങ്കിൽ കമ്പാഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടുതൽ വലിയ രീതിയിൽ അതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗിക്കുന്ന പദ്ധതിയാണ് കമ്പാഷനേറ്റ് കോഴിക്കോട്. അപ്പോൾ നാച്ചുറലി കോഴിക്കോട് ഇത്തരം ഒരു പദ്ധതി വരുമ്പോൾ ആ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇത് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ സമൂഹത്തിൻ്റെ ഒരുപാട് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ നാച്ചുറലി ഞങ്ങൾ കുറേ പേര് ആ കൺസെപ്റ്റിനോട് അത് മനസ്സുകൊണ്ട് വളരെ യോജിപ്പ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധ്യത വന്നപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഒരു എഫേർട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാമെന്ന് കൂടി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഇത് രണ്ട് പദ്ധതികളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പദ്ധതിയുടെ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പദ്ധതിയുടെ സ്വാഭാവികമായിട്ടുള്ളൊരു എക്സ്പാൻഷനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കൊണ്ടുവന്നിട്ടുള്ള കമ്പാഷനേറ്റ് കോഴിക്കോട് പദ്ധതി എന്നാണ് ഞങ്ങൾ പലരും വിചാരിക്കുന്നത്. ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് പദ്ധതി എന്ന് പറയുമ്പോൾ സഹായം തേടുന്നവരെയും സഹായിക്കാൻ മനസ്സുള്ളവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ പ്രവർത്തിക്കുന്നതാണ് പല പദ്ധതികളും. അതിൽ ഒരുപാട് പദ്ധതികൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏതൊക്കെ പദ്ധതികളാണ് താങ്കൾ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ പദ്ധതികൾ, അല്ലെങ്കിൽ താങ്കൾ അതിന് ഏതൊക്കെ രീതിയിലുള്ള സഹായമാണ് ചെയ്യുന്നത്? അത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു മറ്റ് സാധാരണ ഇത്തരം പദ്ധതികളിൽ നിന്നുള്ള കമ്പാഷനേറ്റ് കോഴിക്കോടിൻ്റെ ഒരു പ്രധാന വ്യത്യാസം, കമ്പാഷനേറ്റ് കോഴിക്കോടിൻ്റെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഇതിൽ കൊടുക്കുന്ന ആൾ നമ്മൾ പറയുന്ന ഡോണർ എന്ന് പറയുന്ന ഒരാളാണ്. നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ മനുഷ്യർക്കും, എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ എത്ര നമ്മൾ ദുഷ്ടൻ എന്ന് പറയുന്ന ആളായ പോലും ജീവിതത്തിൽ ഒരു ട്രാക്ക് ഉണ്ടാവും, ഒരു കമ്പാഷൻ്റെ ഒരു നന്മയുടെ ഒരു ട്രാക്ക് ഉണ്ടാവും. അത് കൂടുതൽ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് കൂടുതൽ വികസിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ കൊടുക്കുന്ന ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം പരിതസ്ഥിതികളിൽ ഇത്തരം അന്തരീക്ഷവുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരം നന്മയുടെ ഒരു എലിമെൻറ്റ് കൂടുതൽ വികസിക്കാനും നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞങ്ങൾക്ക് നേരത്തെ പാലിയേറ്റീവ് കെയറിൽ ഉള്ള നല്ല അനുഭവമുള്ള കാര്യമാണ്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇത്തരം കിടപ്പിലായ രോഗികളെയും അവരുടെ ബുദ്ധിമുട്ടുകളും കണ്ട് തിരിച്ചു വരുമ്പോൾ പറയുന്നൊരു സാധനമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ്. ജീവിതത്തിലെ ചില സത്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അത് ഈ കൊടുക്കുന്ന ആൾ നമ്മൾ പറയുന്ന സോക്കോൾ ഡോണർ ട്രാൻസ്ഫോംഡ് ആവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അവിടെ. അപ്പോൾ കമ്പാഷനേറ്റ് കോഴിക്കോട് ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായിട്ടും ഈ സോക്കോൾഡ് നമ്മൾ അതർവൈസ് ഇങ്ങനെ സാധാരണ മട്ടിൽ ജീവിച്ചു പോവുകയും സ്വന്തം കാര്യമൊക്കെ നോക്കി പോവുകയും ചെയ്യുന്ന മനുഷ്യർക്കും ഇത്തരം ഒരു സാധ്യത കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടാകാനും അവരുടെ ജീവിതത്തിൽ അതൊരു വ്യത്യാസം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡോണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ പദ്ധതികളും പല പദ്ധതികൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ പറയുമെങ്കിൽ തന്നെ എല്ലാ പദ്ധതികളുടെയും ബേസ് ഒരെണ്ണമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലെ ഭക്ഷണം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഇപ്പോൾ ഇതിൻ്റെ കൂടെ പ്ലാറ്റ്ഫോമിൽ ഒരു സെപ്പറേറ്റ് പദ്ധതിയായിട്ട് കയറിയിട്ടില്ല. പക്ഷേ മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഭക്ഷണം വളരെ മോശമാണെന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ അത് ഗവൺമെൻറ്റല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഗവൺമെൻറ്റിലേക്കുള്ള എഴുത്തുകളും സാധനങ്ങളും പോകുന്നു. പക്ഷേ അത് ഒരു തീരുമാനമായി വരുന്നവരിൽ 1-2 മാസം കോഴിക്കോടുള്ള പൊതുജനങ്ങളോട് അവിടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനം, അവിടെ കുക്ക്ഡ് ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ എത്തിക്കാൻ പറ്റുമോ, അവിടെ ഉള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടപ്പിലായ രോഗിയെ സഹായിക്കുന്നതും തമ്മിൽ ഒരു കോമൺ ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾ എമ്പതി, അതായത് അവിടെ ഉള്ള ഒരാൾ, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്കൊരു ബേസിക് റൈറ്റ് ഉണ്ട്, ഒരു റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശം ഏത് നിലയിലുള്ള മനുഷ്യർക്കും ഉണ്ട്.
അതിപ്പം മാനസിക രോഗാശുപത്രിയിലെ അന്തേവാസി ആയാലും, ചിൽഡ്രൻസ് ഹോമിലെ ഒരു കുട്ടിയായാലും, ഓൾഡ് ഏജ് ഹോമിലെ ഒരാളായാലും, കിടപ്പിലായ രോഗിയായാലും ഈ ഒരു റൈറ്റ് ഉണ്ട്. ഈ റൈറ്റ് അവർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അർത്ഥം നമ്മൾ സൊസൈറ്റിക്ക് അത് നടത്തി കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചാരിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റേ അല്ല, റൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അപ്പോൾ ആ അവകാശം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം സൊസൈറ്റിക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതോടൊപ്പം നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരാളെ ഇപ്പം ഓൾഡ് ഏജ് ഹോമിൽ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടി ചിൽഡ്രൻസ് ഹോമിൽ എത്തിപ്പെടുന്നതും ഒരു വളരെ സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതും, ഇത് രണ്ടും വളരെ ഒരു തരം ആക്സിഡൻ്റിലാണ്. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ കഠിന പരിശ്രമവും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ സ്ഥിതിയിലെത്തുന്നതെന്ന്. പക്ഷേ ആ ഒരു അന്തരീക്ഷത്തിൽ ജനിക്കുന്നതിന് പകരം വേറൊരു അന്തരീക്ഷത്തിലാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മൾ നാളെ ഇതേ പറയുന്ന പോലെ ഈ കുട്ടിയുടെ ഒരു സ്ഥാനത്തോ ഈ മെൻ്റൽ ഹോസ്പിറ്റലിലോ ഒക്കെ എത്തിപ്പെടാവുന്ന സാധ്യത. അപ്പോൾ ഒരു ചെറിയ സാധ്യതകളിൽ വന്ന ചെറിയൊരു വ്യത്യാസം കാരണമാണ് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് സക്സസ്ഫുൾ ഹ്യൂമൻ ബീയിങ്ങും ഈ പറയുന്ന മാർജിനലൈസ്ഡോ അൺഫോർച്ചുനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചറിയുകയും ബേസിക്കലി ഞാനും അയാളും തമ്മിൽ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂന്നും, ആ ഒരു ഫോർച്ചുനേറ്റായ ഒരാളാണ് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുകയാണ് നമ്മൾ സാധാരണ ബാക്കി ഉള്ള മനുഷ്യർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്തരം ഒരു കടമ കൂടിയുണ്ട് നമുക്ക് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതാണ് കമ്പാഷണേറ്റ് കോഴിക്കോടിൻ്റെ ബേസിക് സ്പിരിറ്റ്. അപ്പോൾ എല്ലാ പദ്ധതികളിലും ഞങ്ങളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് ഇതിനെങ്ങോട്ട് ചാനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങോട്ട് ചാനലൈസ് ചെയ്യുമ്പോഴും കൺസെപ്റ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഡോക്ടറിനെ സൂചിപ്പിച്ചു നന്മയുടെ ഒരു ട്രാക്ക് എല്ലാവരിലും കാണുമെന്ന്. അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് പേര് സമൂഹത്തിൽ കാണും, പക്ഷേ അവരുടെ എല്ലാം പ്രധാന പ്രശ്നം അവർക്ക് എങ്ങനെ എപ്പോൾ ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടാവില്ല, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു കരുണാർദ്രം കോഴിക്കോട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടിയപ്പോൾ അതിന് കളക്ടർ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചപ്പോൾ, അപ്പോൾ ആ ഒരു ഇനിഷ്യേറ്റീവ് കളക്ടർ എടുത്തപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു സഹകരിക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. എങ്ങനെയായിരുന്നു ആ കൂട്ടായ്മ? കളക്ടറുടെ ആ ഒരു ലീഡർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇതിൽ ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഈ പ്രൊജക്ടിനുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു അർത്ഥത്തിൽ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതായത് ഒരു കോമൺ ഗ്രൗണ്ടിൽ ഒരു ടീം ഒന്നിച്ച് വർക്ക് ചെയ്യാണ്. ഹൈറാർക്കിക്കൽ അല്ല തീരെ. ഇപ്പോൾ അത് ജില്ലാ കളക്ടറാണ് അത് ലീഡ് ചെയ്യുന്നത് പോലും ജില്ലാ കളക്ടർ അതിൽ ഒട്ടും ഹൈറാർക്കി കാണിക്കുന്നില്ല. ഇത് ഒരുപാട് ഇന്നോവേഷൻസ് വരുന്നുണ്ട് ഇതിൽ. ഉദാഹരണമായിട്ട് പൈസ ഇൻവോൾവ് അല്ലാന്ന്, അക്കൗണ്ട് തുടങ്ങുന്നില്ല, എവിടെയും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സാധനങ്ങളായിട്ടും ആക്റ്റുകളായിട്ടുമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മറ്റേതാണ് കുറേ കൂടി എളുപ്പമുള്ള പണിയാണ്. അതായത് നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നു, ആൾക്കാരോട് ഇതിൽ പൈസ ഇടാൻ പറയുന്നു. അതിന് പകരം ആൾക്കാരുടെ നേരിട്ട് ഇൻവോൾവ്മെൻറ്റ്, പൈസയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അല്ല, നിങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കേണ്ടത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഈ സർക്കാർ സംവിധാനവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു മോഡലാണ്. അതേസമയം സർക്കാർ സംവിധാനത്തിന് മുകളിൽ സ്ട്രെയിൻ വരാതെയും ഈ സർക്കാർ സംവിധാനവും സിവിൽ സൊസൈറ്റി പൊതുസമൂഹമായിട്ടുള്ള ഇത്തരം ഇൻട്രാക്ഷനിൽ ഫ്രിക്ഷൻ വരാതെയും കൊണ്ടുപോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വേറൊരു ഇന്നോവേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ജില്ലാ കളക്ടറുടെ അതിൻ്റെ മുകളിൽ വരുന്ന 2 മേജർ കോൺട്രിബ്യൂഷൻസ് ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ഒരു സംവിധാനത്തെ ഈ സർക്കാർ മേഖലയിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സാധനം. രണ്ടാമത് ഈ പറയുന്ന ഈ നോ ക്യാഷ് എന്നുള്ള ഒരു സാധനം. അതിൻ്റെ കൂടെ ഇപ്പോൾ നോ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ട്. അതായത് ഇതിലാർക്കും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഡോണറെ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങളവിടെ പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. ഇല്ല, അതേസമയം പ്രൊജക്റ്റിലുള്ള കൺസെപ്റ്റ് പബ്ലിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സാധനം കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ടോട്ടലി അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒരു മനസ്സമാധാനമാണ്. അല്ലാതെ ഇത് 4 ആളുടെ മുമ്പിൽ വിളിച്ചു പറയലല്ല എന്നുള്ള ഒരു സാധനം വളരെ ഒബ്വിയസ് ആയിട്ടും ക്ലിയർ ആയിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇടപെടൽ ഇതിൽ എത്രത്തോളം ഉണ്ട്? വിദ്യാർത്ഥികളുടെ ഇടപെടൽ വലിയ രീതിയിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാലിയേറ്റീവ് കെയറിൽ നേരത്തെ ഞങ്ങൾക്ക് സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തമായ ഒരു ഗ്രൂപ്പ് കോഴിക്കോടുണ്ട്. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റുഡൻറ് ഗ്രൂപ്പ് അവരാണ് നേരത്തെ ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കമ്പാഷണേറ്റ് കോഴിക്കോടിനോട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇത് കോഴിക്കോടുള്ള കലാലയങ്ങളിലേക്ക് സ്റ്റുഡൻസ് അറ്റ് കമ്പാഷണേറ്റ് കോഴിക്കോട് എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അത് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോടുള്ള 26 കോളേജുകൾ ആദ്യത്തെ സ്റ്റെപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളിലാണ് ഇതൊരു കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. കാരണം വരുന്നൊരു തലമുറ എങ്ങനെ ആവണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ തീർന്നു പോകുന്ന തലമുറയാണ്. ഇപ്പോൾ വരാൻ പോകുന്ന ആൾക്കാരാണ് കേരളം എങ്ങനെയാണെന്ന് തീരുമാനിക്കുക. കോഴിക്കോട് എങ്ങനെയായിരിക്കും ഭാവിയിൽ നിന്ന് 10 കൊല്ലത്തിന് ശേഷം എങ്ങനെയായിരിക്കും തീരുമാനിക്കുന്നത്
കോഴിക്കോട് ഇപ്പോൾ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അത് വളരെ ആക്റ്റീവായിട്ട് നമ്മളത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും കോഴിക്കോടിന്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് ഈ ഒരു കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന്. ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിനകം തന്നെ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്യുകയും അതുപോലെ ഒരു വലിയൊരു കൂട്ടായ്മ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ തോതിൽ ജനപങ്കാളിത്തമുള്ള പദ്ധതികളാണ് പലതും. അപ്പൊ ഏതായാലും പദ്ധതി ഇനിയും മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ രംഗത്തും മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഡോക്ടർക്ക് കഴിയട്ടെ. എല്ലാ ആശംസകളും. സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയത്.